ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നുസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മുട്ട പക്കോടയുടെ റെസിപ്പി കേട്ടോ. ഒരുപാട് പാടൊന്നുമില്ലാതെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ മുട്ട ബജി ചെയ്യുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കവറിംഗ് ഒക്കെ വന്നിട്ടാട്ടോ നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത്. കാണാനാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് മസാലക്കുത്തോ അങ്ങനെയൊന്നും തന്നെ ഇല്ലാതെ പുറംഭാഗമൊക്കെയാണെങ്കിലും നല്ലതുപോലെ മുരിഞ്ഞ് ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി പക്കോട തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിൽ കൂടി നമ്മുടെ ഈ റെസിപ്പി ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്കപ്പോൾ തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ഈ റെസിപ്പി ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ മുട്ടപ്പക്കോട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 മുട്ട പുഴുങ്ങി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ 3 മുട്ടയും രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കലാണ് ചെയ്യുന്നത്. കണ്ടത് ഇതേപോലെ രണ്ടായിട്ടാണ് ഞാൻ ഓരോ മുട്ടയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും പതുക്കെ ഒന്ന് വിതറി കൊടുക്കാം. ഒരുപാട് ആയി പോയത് അങ്ങനെയാണെങ്കിൽ ഭയങ്കര കുത്തുണ്ടാവും. ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു നുള്ളു ഒരു പിഞ്ച് അത്ര മാത്രം മതി. ഇതേപോലെ എല്ലാ പത്തിൻ്റെ മേളിലേക്ക് ഒന്ന് പതുക്കെ വരാൻ പാകത്തിന് മാത്രം, അത്രയും മതി കേട്ടോ. മുളക് പൊടി ചേർക്കുമ്പോൾ എരിവ് ഒരുപാട് കൂടി പോകരുത്. കാശ്മീരി റെഡ് ചില്ലി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ഇതേപോലെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വരാൻ പാകത്തിന് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മുട്ട 3 എന്നല്ല, നമുക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാം, കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുറവൊക്കെ എടുക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റ് കേട്ടോ. ഇനി വേണ്ടത് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കോട്ടിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കലാണ്. അപ്പോൾ ഞാനിവിടെ മസാലയൊന്നും വഴറ്റാതെ എളുപ്പത്തിലാണ് ഈ കോട്ടിങ് തയ്യാറാക്കുന്നത്. എനിക്ക് മസാല വഴറ്റിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. 2 ഉരുളക്കിഴങ്ങ് അത്യാവശ്യം നന്നായിട്ട് വേവിച്ച് ഒന്ന് ഉടച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരുപാട് വലിപ്പമുള്ളതൊന്നുമല്ല, മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നല്ലതുപോലെ തന്നെ ചതച്ചെടുത്തോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് നമ്മുടെ മല്ലിയിലയാണ്. അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില എടുത്താലും നല്ലതാണ്. ഒരു ചെറിയൊരു പിടി നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള സവാള നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടിയാണ്. ഒരുപാട് വലുതൊന്നും ആവരുത്. ഇതേപോലെ തീരെ കരം കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഏകദേശം 1 ടീസ്പൂണും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂൺ. ഇനിയിപ്പോൾ ചെറിയ ജീരകം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഗരം മസാലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ എടുത്ത് ഗരം മസാല. ഇതെല്ലാം കൂടി കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് മുട്ടയിൽ ഒന്ന് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ചെറിയൊരു പച്ചമണം, ചെറിയൊരു പച്ചക്കുത്തുണ്ടാവും. അപ്പോൾ അതൊട്ടും തന്നെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മസാല പോലെ വഴറ്റിയിട്ട് നമ്മൾ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതിന് പകരമായിട്ട് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമ്മുടെ ചെറിയ ജീരകവും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും പച്ചമുളകും കൂടി ചേർത്ത് പതുക്കെ ഒന്ന് വഴറ്റി പച്ചമണം മാറി വരുമ്പോൾ സവാളയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനകത്തേക്ക് ഈ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും അതേപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഉരുളക്കിഴങ്ങിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഇതേപോലെ ഇങ്ങ് റെഡിയാക്കി എടുത്താലും മതിയാവും. അപ്പോൾ ഏതാണോ ഇഷ്ടം അതേപോലെ ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെ മസാലയൊന്നും വഴറ്റാതെ എളുപ്പത്തിൽ അങ്ങ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതിനുശേഷം ഇതേപോലെ കയ്യിൽ കുറച്ചെടുത്ത് ഒന്ന് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് നടുക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി വെച്ച് കൊടുത്ത് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. നമ്മൾ മുട്ടയിൽ മുഴുവൻ അങ്ങ് കവർ ചെയ്യേണ്ട, പകുതി മാത്രം ഇതേപോലെ പകുതി ഭാഗം വരുന്ന രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ആ മുട്ടയിൽ മുഴുവനായിട്ടും കവർ ചെയ്യുന്നില്ല, ഇതേപോലെ പകുതി ഭാഗം മാത്രമേ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുള്ളൂ. അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിലും ഒരുപാടൊന്നും വേണ്ട, 2 എണ്ണം മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ മുട്ടയും ഇതേപോലെ പകുതി ഭാഗം വരത്തക്ക രീതിയിൽ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഈ മിക്സ് വെച്ച് ഒന്നിങ്ങ് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്യുമ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. കണ്ടോ, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 6 മുട്ടയും ഇതേപോലെ ഉരുളക്കിഴങ്ങിൻ്റെ ആ മിക്സ് വെച്ച് നന്നായിട്ട് തന്നെ പകുതി ഭാഗം വരുന്ന രീതിയിൽ ഒന്ന് കവർ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, ഒരു ചെറിയൊരു കോട്ടിങ് കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മുക്കി നേരെ എണ്ണയിലേക്കിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ കടലമാവ് എടുത്തിരിക്കുന്നത് 250 ml കപ്പിന് 1 കപ്പ് കടലമാവ്, കടലപ്പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കളറിന് വേണ്ടി, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കായത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ള കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ബേക്കിംഗ് സോഡയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. നല്ല കട്ടിയായി പോവുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് അങ്ങ് ലൂസും ആയി പോകരുത്. അതുകൊണ്ടൊന്ന് നോക്കിയിട്ട് വേണം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സാക്കി എടുക്കുക. കണ്ടതാ, ഇപ്പോൾ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ നമ്മളിവിടെ കോട്ടിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ആ മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കൊണ്ട് ചെറിയൊരു മഞ്ഞ കളറും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഈ കോട്ടിങ്ങിൽ ഒന്ന് മുക്കിയിട്ട്, കടലമാവിൻ്റെ ഈ മിക്സിൽ ഒന്ന് മുക്കിയിട്ട് നേരെ എണ്ണയിലേക്ക് ഇട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ എണ്ണയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ചൂടാവാനായിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം കേട്ടോ നമ്മുടെ കടലമാവിൻ്റെ മിക്സിൽ ഒന്ന് മുക്കിയിട്ട് നേരെ ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ. നേരത്തെ ഒന്നും നമ്മൾ മുക്കി അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതേപോലെ ഒന്നങ്ങ് കോട്ട് ചെയ്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഞാനിവിടെ ഇതേപോലെ 3 അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വശമൊക്കെ നന്നായിട്ടൊന്ന് റെഡിയായി വന്നു കഴിയുമ്പോൾ പതുക്കെ നമുക്കൊന്ന് മറിച്ചിട്ടും കൂടി കൊടുക്കാം. അപ്പോൾ പതുക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. എന്നാൽ ഇത് ഒരുപാടൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല, നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് മറുവശവും കൂടി റെഡിയായി കഴിയുമ്പോൾ നമുക്ക് കോരിയെടുത്ത് മാറ്റിപ്പിക്കാം. കണ്ടതായി ഇതേപോലെ 2 വശവും റെഡി ആയി കഴിഞ്ഞപ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റി തന്നെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോൾ പുറംഭാഗമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞിരിക്കും. അതേപോലെ തന്നെ ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അടുത്ത 3 നമുക്കിതായി ഇതേപോലെ അങ്ങ് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലേക്ക് മാറ്റി കൊടുക്കാം. അതുകൂടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മളെടുത്തിരിക്കുന്ന 3 മുട്ടയിൽ നിന്ന് 6 സ്നാക്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, 2 ഭാഗമൊക്കെ ആണെങ്കിലും നല്ലതുപോലെ തന്നെ മൊരിഞ്ഞ് എന്നാൽ ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഒന്ന് മസാലയാക്കണം എന്നുണ്ടെങ്കിൽ, ആ പച്ചക്കുത്തൊന്ന് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് പതുക്കെ ഒന്നുകൂടി കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കഴിക്കാൻ നേരത്ത് ഒരുപാട് തണുത്ത് പോകരുത്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഏത് സ്നാക്സ് കഴിച്ചാലും ഒരുപാട് അങ്ങ് തണുത്ത് പോയിട്ട് കഴിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ചെറു ചൂടോടെ കഴിക്കുന്നത് തന്നെയായിരിക്കും. കണ്ടത് പകുതി ഭാഗം മുട്ടയും അതേപോലെ തന്നെ പകുതി ഭാഗം നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കോട്ടിങ്ങൊക്കെ വന്ന് നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ചൂട് ചായയോ അല്ലാന്നുണ്ടെങ്കിൽ സോസിൻ്റെ കൂടെ നമ്മുടെ ടൊമാറ്റോ സോസോ ചില്ലി സോസോ ഏതാണോ ഇഷ്ടം അതിൻ്റെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മുട്ടയും ഉരുളക്കിഴങ്ങും കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഇതേപോലെ പുതിയ നല്ല അടിപൊളി ഉഷാർ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ടിരിക്കുക. ബൈ.